ഇന്നലെ ജിദ്ദയിൽ സമാപിച്ച അറബ് ഉച്ചകോടിയിൽ അമേരിക്കക്കെതിരെ ആഞ്ഞടിച്ചു. തങ്ങളുടെ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കുന്നതിലും അതേക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തങ്ങൾക്ക് നൽകുന്നതിലും അമേരിക്ക പരാജയപ്പെട്ടു. സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിരന്തരം ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായത്. മാത്രമല്ല, അമേരിക്ക അവിടെയും വിലപേശി പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് പണം വേണമെന്ന് ആ ഒരു യുദ്ധസമയത്ത് പോലും ആവശ്യപ്പെട്ടു എന്ന പരാതിയും അറേബ്യൻ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇറാനും അമേരിക്കയും ഓർമുസിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സാമ്പത്തിക നഷ്ടം അറേബ്യൻ രാജ്യങ്ങൾക്കാണ്. ഇറാൻ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നു, പകരം അമേരിക്ക മറ്റൊരു ഭാഗത്ത് ഉപയോഗിക്കുന്നു. രണ്ടുപേരും ഓർമുസ് കടലിനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും യുദ്ധ ഉപകരണമായിട്ടും ഉപയോഗിക്കുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ബലിയാടാകുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. സാമ്പത്തിക നഷ്ടമുള്ള അവരൊക്കെയാണ്. പെട്രോളിയം വിൽപ്പന നടത്താൻ പറ്റാത്ത പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നത് എല്ലാം യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളാണ്. ഇതിനെതിരെയുള്ള അതല്ലേ അമേരിക്കയുടെ നിലപാടുകൾ, അതിൽ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഈ റഷ്യയെ പരോക്ഷമായിട്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം, ഈ വെനിസ്വലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കക്ക് തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വലിയ യുദ്ധ സംവിധാന കാര്യങ്ങൾ 100ഓളം യുദ്ധവിമാനങ്ങൾ ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ട് അവരെ തന്നെ ആകെ കൺഫ്യൂഷനാക്കി എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ ഈ റഡാർ സംവിധാനത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്തിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയത്. എന്നാൽ ഈ ഒരു വിഷയം ചൈനക്കും റഷ്യക്കും തിരിച്ചറിയാൻ സാധിക്കാത്തതിൻ്റെ സാങ്കേതിക എന്താണ് എന്നുള്ളതും കൂടി പറയേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായത്തിൽ പുറത്തു വന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഖ്യകക്ഷികളാണ് വെനിസ്വേലയും ചൈനയുമായിട്ടും വെനിസ്വേലയും റഷ്യയുമായിട്ടും. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ സൗഹൃദ രാജ്യവും നയതന്ത്ര ബന്ധമുള്ള രാജ്യവുമാണ്. അങ്ങനെ ആ സമയത്ത് ഒരു ശത്രുവായിരിക്കുന്ന അമേരിക്ക വെനിസ്വേലയുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ബോട്ടിന് നേരെ പല പ്രാവശ്യം 10ലധികം തവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. 30ലധികം ആളുകൾ കൊല്ലപ്പെട്ട റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ യുദ്ധത്തിനാണ് തയ്യാറായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഏത് തന്ത്രമാണ് അവർ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടത് സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവുമുള്ള റഷ്യ പോലുള്ള രാജ്യമാണ്. അവർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പോരായ്മയാണ് ആ രാജ്യത്തിലെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ലോകത്തിലെ വലിയ ശക്തികളിലെ രാജ്യങ്ങളെ 100% അങ്ങോട്ട് വിശ്വസിച്ചാലും പ്രതിസന്ധി ഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള സഹായങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നൊന്നുമില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് ഈ പറയപ്പെട്ട വെനിസ്വേല, രണ്ടാമത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക സംവിധാന കാര്യങ്ങൾ അമേരിക്കക്കുള്ളത്, സൈനിക ബേസുകളുള്ളത് ഖത്തറിലാണ്. ഉദയത മേഖല 100 കിലോമീറ്ററോളം ചുറ്റളവിലാണ് യഥാർത്ഥത്തിൽ ഖത്തർ അമേരിക്ക കൊടുത്തത്. ആ സംവിധാന കാര്യങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ വന്നിട്ട് ഖത്തറിനെ ആക്രമിക്കുന്നത്. അപ്പോൾ അവരുടെ 100% വിശ്വാസമൊന്നും അങ്ങനെ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം ഉച്ചകോടിയിൽ ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ഇറാനെതിരെ ഐക്യപ്പെടാത്തതിൻ്റെ അറബ് ലോകത്തിലുള്ള പരാജയമാണെന്നുള്ള അഭിപ്രായം വന്നു. അത് UAE ആണ് ആ കാര്യം പറയുന്നത്. ഇറാനെതിരെ നമ്മൾ ഐക്യപ്പെടേണ്ടിയിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഹൂത്തികളുമായിട്ട് 10-15 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയും UAEയും. അങ്ങനെ ആ സമയത്ത് അവിടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവരുടെ സ്വഭാവ രീതികളും സമീപനങ്ങളും യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടും ഇത്തരമൊരു വിഷയങ്ങൾ അമേരിക്കയും റഷ്യയും ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ നേരെ വരും എന്ന് മനസ്സിലാക്കിയിട്ട് ഇറാനെ പ്രതിരോധിക്കാനുള്ള ഏകോപനത്തോടുകൂടെ കൂട്ടായ്മ സംവിധാന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു. യുദ്ധം മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചില്ല. മേഖലാ യുദ്ധത്തിന് ഇറാൻ്റെ മുന്നറിയിപ്പ് ഗൗരവത്തിലെടുത്തില്ല. ഇത് മേഖലാ യുദ്ധമായി മാറുമെന്ന് പല ഘട്ടത്തിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട്, മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇബ്രാഹിം റൈസി പോലും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു യുദ്ധമായിട്ട് മിഡിൽ ഈസ്റ്റ് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അന്ന് യുദ്ധം ഉണ്ടായിട്ടൊന്നുമില്ല, മാറും. അതായത് പാലസ്തീൻ യുദ്ധം ഇറാനെ തൊട്ടുരുസിയിട്ടാണ് പോവുക എന്നുള്ളതിൻ്റെ ഒരു സൂചന അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇറാനെ തൊടാതെ, ഇറാനുമായിട്ട് യുദ്ധം നടക്കാതെ ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കില്ല. പാലസ്തീനെ തൊട്ട് കഴിഞ്ഞാൽ അതിന് പിന്തുണ നൽകുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്തുള്ള സ്ഥിതികൾ മേഖലാ യുദ്ധമായിട്ട് മാറുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിലധികം മുമ്പ് അയാൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തുടർച്ചയായ രീതിയിൽ മസൂദ് പെഷഷ്കിയാൻ ഇപ്പോഴത്തെ ഈ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായിട്ടല്ലാതെ മേഖലാ യുദ്ധമായി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറും. അതിൻ്റെ പരിണത ഫലങ്ങളും ദുരന്തങ്ങളും വിഷയങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കൃത്യമാണ്. ഇത് ഗൗരവത്തിലെടുക്കുന്ന കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ പരാജയപ്പെട്ടു. 83% ഇറാൻ്റെ മിസൈലും ഗൾഫിൽ നേരിട്ട് പതിച്ചു. അത് നേരിട്ട് പതിക്കുക എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് എത്തി എന്നുള്ളതാണ്. 90% ആകാശത്തിൽ വെച്ച് കഴിഞ്ഞ് തകർത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്.
അത് 83% കൃത്യതയോടുകൂടി തന്നെ എത്തിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് കൊണ്ടാണ് വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ഒഴിവായത്, വലിയ രീതിയിലുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളുടെ പൗരന്മാരെയും ബന്ധപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് UAE ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. സുരക്ഷാ മതിലുണ്ട്, അത് തുളച്ചു കയറി ഇറാൻ്റെ മിസൈൽ തീ തുപ്പുന്നത് ഞങ്ങൾ നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴത്തൊക്കെ പ്രതിസന്ധി. അപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിനൊക്കെ അവിടെ ഉത്തരം വരുന്നുണ്ട്. അമേരിക്ക തന്നെ പ്രതിസന്ധിയിലാണ്. അമേരിക്കയുടെ സൈനിക ബേസ് സംരക്ഷിക്കാനോ അവിടെ യുദ്ധക്കപ്പലുകൾ സംരക്ഷിക്കാനോ അവരുടെ സൈനികരെ സംരക്ഷിക്കാനോ സാധിക്കാത്ത വിധം അവരിങ്ങനെ 24 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ സൈനികരുടെ 24 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 100-ലധികം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അവർ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. അത് അതിൻ്റേതായിരിക്കുന്ന മാനക്കേട് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൽ ഉണ്ടാകുമെന്നതിനാൽ അവർ മൗനം പാലിച്ചതാണ് എന്ന റിപ്പോർട്ട് അതിനോടനുബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. സമ്മർദ്ദ ഉപകരണമായിട്ട് GCC യഥാർത്ഥത്തിൽ ഉപയോഗിച്ചു ഇറാൻ. അതിലവർ വിജയിക്കുകയും ചെയ്തു. നേർക്കുനേരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇറാനും അമേരിക്ക നേർക്കുനേരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ വല്ലാതെ പിടിച്ചു നിൽക്കാനൊന്നും ഇറാന് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. പക്ഷേ അവർ സമ്മർദ്ദ തന്ത്രമാക്കി GCC കൂട്ടിപ്പിടിച്ചു. അവിടെ എന്ത് ചെയ്തു? ഹോർമുസ് കടൽ അടച്ചു. ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അമേരിക്കയുടെ സൈനിക ബേസും ബന്ധപ്പെട്ട മേഖലയും ഏത് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതിൽ ഇറാൻ വിജയിച്ചു. അതാണ് ഇപ്പോൾ അതിൻ്റെ വിഷയം പറയുന്നത്. അപ്പോൾ ഇറാൻ ശത്രുവായിട്ട് കാണാൻ താല്പര്യമില്ല എന്നുള്ള അഭിപ്രായം സൗദി അറേബ്യ എടുത്തു പറഞ്ഞു. ഇറാൻ ശത്രുവായിട്ട് കണ്ടിട്ട് അതിനെതിരെ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ആ താല്പര്യമില്ലാതെ പറഞ്ഞതോട് കൂടിയിട്ട് അതിന് UAE പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറഞ്ഞിട്ടില്ല. അതായത് ഓരോരോ രാജ്യത്തിലെ ഭരണാധികാരികൾക്കും അവസരം വരുന്ന സമയത്ത് അവരിങ്ങനെ സംസാരിക്കുകയാണ്. സാധാരണ മീറ്റിങ്ങിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കാര്യങ്ങൾ പറയുന്നത് GCCയിലെ 60 രാജ്യങ്ങളെയും ആക്രമണം ബാധിച്ചിട്ടുണ്ട്, സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. പ്രതിരോധം തീർക്കാനാകാതെ അമേരിക്ക വിയർത്തു, കൂടെ നമ്മളും. 660 ആക്രമണങ്ങളെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്നത് അതൊരു യുദ്ധവിരാമമൊന്നുമല്ല, താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. അതെപ്പോഴും തുടരുകയും ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് വീണ്ടും തങ്ങളെ ആക്രമിക്കപ്പെട്ടേക്കാം. അതിന് പ്രതിരോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. യുദ്ധവിരാമമല്ലാതെ ഇതിന് പ്രശ്നപരിഹാരത്തിന് മറ്റു പോംവഴികളൊന്നും ഇല്ല എന്നുള്ള കാര്യം പറയുന്നു. GCC യഥാർത്ഥത്തിൽ സൈനിക പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ദുർബലമാണ്. നമ്മൾ വലിയ അധികാരത്തോട് കൂടിയിട്ടൊക്കെ പറയുന്നല്ലാതെ ഏകോപനത്തോട് കൂടി മീറ്റിംഗ് കൂടി ഉച്ചകൂടി കൂടി പിരിയുന്നല്ലാതെ ഒരു സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. മുൻപ് GCC കറൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. അന്നും നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് പിരിയുകയാണ്. ആർക്കാണ് ആസ്ഥാനം വേണ്ടത്? ഒമാൻ പറഞ്ഞു ഒമാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന സലാല കേന്ദ്രീകരിച്ചുകൊണ്ട് GCC കറൻസിയുടെ ആസ്ഥാനം വേണമെന്ന് എന്ന് പറഞ്ഞു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ രാജ്യം ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന റിയാദ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഈ തലസ്ഥാന സംവിധാനങ്ങൾ വേണ്ടത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഭിന്നതയായി. പിന്നീട് ഏകോപന കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ലക്ഷ്യത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ. അഥവാ രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അമേരിക്കയെ 100% അങ്ങനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നിലവിലുള്ള അതേ സാഹചര്യത്തിലോട് നീങ്ങാൻ വേണ്ടി പറ്റില്ല. ഇറാന് 100% വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങോട്ട് നീങ്ങാൻ വേണ്ടി പറ്റില്ല. രണ്ട് പക്ഷത്തെയും ശത്രുവാക്കാനും പറ്റില്ല, രണ്ട് പക്ഷത്തെയും 100% മിത്രമാക്കാനും പറ്റില്ല. എന്നാൽ തമ്മിൽ ഭേദം ഇറാനാണ് എന്ന് ബഹ്റൈൻ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പറയുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടൊന്നുമല്ല. അമേരിക്കയും ഇറാനും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഭേദം ഇറാനാണ് എന്ന തരത്തിൽ അങ്ങനെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവപരമായി ചർച്ച ചെയ്തതിൽ ഒന്ന് ഒപെക്കിൽ നിന്ന് UAE പിന്മാറിയതാണ്. അതിനെ വിശദീകരണ കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഭാഗമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് പൂർണ്ണമായ രീതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ അമേരിക്കയെ 100% വിശ്വസിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിനെ സാരമായിട്ട് ബാധിക്കുമെന്ന് എന്നുള്ളതും ആയതിനാൽ തന്നെ അവരെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണമെന്ന ഇറാൻ്റെ നിലപാട് വീണ്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നീങ്ങാനുള്ള സാധ്യതയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും.